ഹലോ, നമുക്കിതുണ്ടല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയിട്ട് വരാം. എനിക്കൊന്ന് നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, എന്നാൽ ഡെയിലി ഒരു നോൺ വെജിന്റെ ഒരു സൈഡ് ഡിഷായിട്ട് നോൺ വെജ് വേണമെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് ഒരു 6 മാസം വരെ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചൂരമീനാട്ടോ എടുത്തിരിക്കുന്നത്. 3 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കണക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കണം. 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടേ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വറുത്ത് കോരി ഉണ്ട്. ഞാൻ എൻ്റെ കെട്ടിയോന് ഇതിന് ഓരോരോ പീസായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ചാർ ഉണ്ടെങ്കിൽ മുന്നേ 3 കിലോ എന്നുള്ളത് 2 കിലോ ആയെന്ന് തോന്നും മീന്. പോട്ടെ, കാര്യത്തിലായിട്ട് കിടക്കും. ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് എണ്ണ ചൂടായി ഉടനെ തന്നെ ഞാൻ മീൻ ആഡ് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. വറുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ വറുത്തിട്ട് ഉണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. പക്ഷെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ വറുത്ത കോരി അതേ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. ഈ മീൻ നല്ലതായിട്ട് മുരിയുകയും ചെയ്യണം. പക്ഷെ ആ കറുമുറ എന്നുള്ള സ്റ്റേജിൽ, അതിന് തൊട്ട് മുന്നത്തെ, അതായത് ക്രിസ്പി ആവണേക്കാളും മുന്നത്തെ സ്റ്റേജിൽ നമ്മളിത് വാങ്ങണം. അപ്പോഴാട്ടോ നല്ലത്. ഇത് വറുത്ത് കോരുന്ന താമസമുള്ളൂ കേട്ടോ. ഇതിന് ഓരോരോ പീസായിട്ട് ആൾക്കാർ എടുത്തോണ്ട് പോകാൻ തുടങ്ങും. ഇത് കണ്ടോ, ഈ സ്റ്റേജിൽ നമ്മൾ വറുത്ത് കോരണം. ഒരുപാട് ഡീപ് ഫ്രൈ ആവുന്നുള്ളൂ. ഈ സ്റ്റേജിൽ നമുക്ക് എല്ലാം വറുത്ത് കോരി അങ്ങ് എടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് കൊണ്ട് വറുത്ത് കോരി എടുക്കുവാണ്. ഞാനേ കടുക് ഇടുന്ന കാണിക്കാൻ മറന്നുപോയി. ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറി ലീവ്സും ചില്ലിയും ആഡ് ചെയ്യുക. ഞാനൊരു 10 ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഒരു 10 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് 6 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും ഈക്വൽ അളവിൽ എടുത്തിട്ട് 6 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ എടുക്കുക. എനിക്കൊന്ന് ഞാനൊരു 3 ഫുൾ ഗാർലിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 6 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 1 കപ്പായിരുന്നു ആഡ് ചെയ്തത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി 1 കപ്പ് പറ്റത്തില്ല, 1.5 കപ്പ് വേണമെന്ന്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് 1/2 കപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1.5 കപ്പ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പ് നല്ല ചൂടുവെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയ വെള്ളം ആഡ് എങ്ങനെയാണ്, ഞാൻ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1.5 ടീസ്പൂൺ ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു തള വരണം. തള വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തിൻ്റെ കുറവെന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പുളിയുടെ കുറവുണ്ടെന്ന്. അങ്ങനെ ഞാനിപ്പോൾ 1/2 കപ്പ് വിനെഗർ, ഞാൻ ആദ്യം പറഞ്ഞില്ല എക്സ്ട്രാ ഞാൻ ഒരു 1/2 കപ്പ് കൂടെ ആഡ് ചെയ്തത്, ഞാൻ ഇപ്പോഴാട്ടോ ആഡ് ചെയ്തത്. അതിനുശേഷം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കി, അപ്പം എനിക്ക് മനസ്സിലായി കായപ്പൊടിയുടെ കുറവുണ്ടെന്ന്. അങ്ങനെ ഞാൻ കായപ്പൊടിയും 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായം പലരുടെയും പല കായപ്പൊടി ആയിരിക്കും. ചിലതിൻ്റെ 2.5 ടീസ്പൂൺ മതിയായിരിക്കും, ചിലതിന് 3 വേണം, ചിലത് 4 വേണ്ടി വരുമായിരിക്കും. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള കായപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ മീനിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ഒരു 6 മാസം വരെ നമുക്ക് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് കുറവുണ്ട് ഉപ്പ്, പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. ഇതൊരു 6 മാസം വരെ നിങ്ങൾ പേടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഒരു പ്രശ്നവും വരത്തില്ല. എന്തായാലും എണ്ണയൊക്കെ തെളിഞ്ഞ എണ്ണ എപ്പോഴും മുകളിലുണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ വേറെ കുപ്പിയിലോട്ട് മാറ്റുവാണ്. ആവശ്യത്തിന് ചൂടാറിയതിന് ശേഷം ഞാൻ കുപ്പിയിലോട്ട് മാറ്റി. ഒരു കുപ്പി മാത്രം, ചെറിയൊരു കുപ്പിയിൽ മാത്രം വെളിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.